ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് വീണ്ടും മറ്റൊരു മോക്ക് ടെസ്റ്റാണ്. PSC ബുള്ളറ്റിനിൽ നിന്ന് ശേഖരിച്ച ഏകദേശം 30ഓളം ക്വസ്റ്റ്യൻസ്, 30+ ക്വസ്റ്റ്യൻസും പിന്നെ മിക്കവാറും ക്വസ്റ്റ്യൻസിനൊക്കെ അനുബന്ധ വിവരങ്ങളും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പാകത്തിനുള്ള അനുബന്ധ വിവരങ്ങളാണ് നമ്മുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റിലേക്ക്. ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. 1946 നാവിക കലാപം പൊട്ടിപ്പുറപ്പെട്ട കപ്പൽ ഏതാണ്? ഓപ്ഷൻ എ HMS തൽവാർ ആണ്. 1946 നാവിക കലാപം പൊട്ടിപ്പുറപ്പെട്ട കപ്പൽ ഏതാണ്? HMS തൽവാർ ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യൻ നാവിക കലാപത്തിൻ്റെ മറ്റൊരു പേര് ബോംബെ കലാപം എന്നാണ്. കാരണം എന്താണ്? 1946 നാവിക കലാപം നടന്നത് എവിടെയാണ്? ബോംബെയിലാണ്. അപ്പോൾ അതുകൊണ്ട് 1946 ഇന്ത്യൻ നാവിക കലാപത്തിൻ്റെ മറ്റൊരു പേരാണ് ബോംബെ കലാപം. അപ്പോൾ ബോംബെ കലാപം അഥവാ ഇന്ത്യൻ നാവിക കലാപം നടന്ന വർഷം 1946 ആണ്. നടന്നത് എവിടെ വെച്ചാണ്? ബോംബെയിൽ വെച്ചാണ്. ഏത് കപ്പലിൽ വെച്ചാണ് ഇന്ത്യൻ നാവിക കലാപം നടന്നത്? HMS തൽവാർ എന്ന കപ്പലിൽ വെച്ചാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. കമല ഗുപ്ത ട്രോഫി ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കമല ഗുപ്ത ട്രോഫി ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് കളിയിൽ ഉപയോഗിക്കുന്ന പന്താണ് പക്ക് എന്ന് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ഐസ് ഹോക്കിയിൽ ഉപയോഗിക്കുന്ന പന്താണ് പക്ക് എന്ന് അറിയപ്പെടുന്നത്. ഐസ് ഹോക്കിയിൽ ഉപയോഗിക്കുന്ന പന്താണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മാൻടോക്സ് പരിശോധന ഏത് രോഗത്തിൻ്റെ നിർണയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ക്ഷയരോഗ നിർണയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ക്ഷയരോഗം നിർണ്ണയിക്കുന്നുള്ള ടെസ്റ്റാണ് മാൻടോക്സ് പരിശോധന. ക്ഷയരോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ എല്ലായ്പ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, ക്ഷയരോഗ ചികിത്സ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഡോട്ട്സ് എന്നതാണ്. ക്ഷയരോഗ ചികിത്സയുടെ പേരാണ് ഡോട്ട്സ്. അല്ലെങ്കിൽ ഡോട്ട്സ് ചികിത്സ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ഷയരോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ മൾട്ടി ഡ്രഗ് തെറാപ്പി എന്നത് ഏത് ചികിത്സയുടെ പേരാണ്? ഡോട്ട്സ് ചികിത്സ തന്നെയാണ്. മൾട്ടി ഡ്രഗ് തെറാപ്പി എന്ന് അറിയപ്പെടുന്നതും ഡോട്ട്സ് ചികിത്സ തന്നെയാണ്. ഇനി അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ക്ഷയരോഗമാണ്. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം ക്ഷയരോഗമാണ്. അതുപോലെ ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? ട്യൂബർക്കിൾ ബാസിലസ് ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആണ് ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം, ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നതിന് കാരണമായ രോഗം ഏത് എന്ന് ചോദിച്ചാലും ക്ഷയരോഗം തന്നെയാണ്. ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ട രോഗം ക്ഷയരോഗമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഹാലിയുടെ വാൽ നക്ഷത്രം ഇനി പ്രത്യക്ഷപ്പെടുന്നത് ഏത് വർഷം? ഓപ്ഷൻ ബി 2061 ഹാലിയുടെ ധൂമകേതു ഇനി പ്രത്യക്ഷപ്പെടുന്നത് 2061. ഇനി അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത്, ഹാലിയുടെ ധൂമകേതു ഏറ്റവും അവസാനമായത് ആയിട്ട് പ്രത്യക്ഷപ്പെട്ടത് ഏത് വർഷമാണ് എന്ന് ചോദ്യം വരാം. 1986 ഹാലിയുടെ ധൂമകേതു ഏറ്റവും അവസാനമായി പ്രത്യക്ഷപ്പെട്ട വർഷമാണ് 1986. ഇനി അതുപോലെ ഹാലിയുടെ ധൂമകേതു എത്ര വർഷം കൂടുമ്പോഴാണ് പ്രത്യക്ഷമാകുന്നത്? നമുക്കറിയാം 76 വർഷത്തിലൊരിക്കലാണ് ഹാലിയുടെ വാൽ നക്ഷത്രം നമുക്ക് കാണാൻ സാധിക്കുക. 76 വർഷത്തിലൊരിക്കൽ. അപ്പോൾ ഇതിന് മുമ്പ് വന്നത് 1986. ഏറ്റവും ലാസ്റ്റായിട്ട് വന്നത് ഹാലിയുടെ ധൂമകേതു 1986. ഇനി 76 വർഷം കഴിഞ്ഞ്, അതായത് 2061 ഇനി വരിക. അപ്പോൾ ഈ ഒരു വർഷത്തിൻ്റെ വ്യത്യാസം ഒരുപക്ഷെ മാസങ്ങളുടെ തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് സംഭവിച്ചതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഏത് രാഷ്ട്രീയ കക്ഷിയുടെ നേതാവ് എന്ന നിലയിലാണ് പട്ടം താണുപിള്ള കേരള മുഖ്യമന്ത്രി ആയത്? ഓപ്ഷൻ സി പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവ് എന്ന നിലയിലാണ് പട്ടം താണുപിള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയത്. ഏത് രാഷ്ട്രീയ കക്ഷിയുടെ നേതാവ് അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ള
ഏത് രാഷ്ട്രീയ കക്ഷിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവ് എന്ന നിലയിലാണ് പട്ടം താണുപിള്ള കേരള മുഖ്യമന്ത്രിയായത്. ഇനി അതുപോലെ നമുക്കറിയാവുന്നതാണ് ഇദ്ദേഹത്തെക്കുറിച്ച് കേരളത്തിൻ്റെ രണ്ടാമത് മുഖ്യമന്ത്രി ആരാണ്? കേരളത്തിൻ്റെ രണ്ടാമത് മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയാണ്. അതുപോലെ 19-ാം നൂറ്റാണ്ടിൽ ജനിച്ച ഏക കേരള മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാലും അതിൻ്റെ ആൻസർ ഏത് തന്നെയാണ്? പട്ടം താണുപിള്ളയാണ്. 19-ാം നൂറ്റാണ്ടിൽ ജനിച്ച ഏക കേരള മുഖ്യമന്ത്രി ആര് തന്നെയാണ്? പട്ടം താണുപിള്ളയാണ്. ഇനി അതുപോലെ കേരളത്തിലെ ആദ്യത്തെ കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയത് ആര് എന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ്? പട്ടം താണുപിള്ളയാണ്. കേരളത്തിലെ ആദ്യത്തെ കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയത് പട്ടം താണുപിള്ളയാണ്. അതുപോലെ കേരള മുഖ്യമന്ത്രി ആയ ശേഷം ഗവർണർ സ്ഥാനം വഹിച്ച ഏക വ്യക്തി ആര് എന്ന് ചോദിച്ചാലും ഇതേ പട്ടം താണുപിള്ള എന്ന് തന്നെയാണ് നമ്മുടെ ആൻസർ. കേരള മുഖ്യമന്ത്രി ആയ ശേഷം ഗവർണർ സ്ഥാനം വഹിച്ച ഏക വ്യക്തി പട്ടം താണുപിള്ളയാണ്. കേരളത്തിലെ രണ്ടാമത് മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയാണ്. 19-ാം നൂറ്റാണ്ടിൽ ജനിച്ച ഏക കേരള മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയാണ്. കേരളത്തിലെ ആദ്യത്തെ കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയത് പട്ടം താണുപിള്ളയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. താഴെ പറയുന്നവരിൽ ഇംപീച്ച്മെൻറ്റിലൂടെ മാത്രം സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാവുന്നത് ആരെയാണ്? ഇംപീച്ച്മെൻറ്റിലൂടെ മാത്രം നീക്കം ചെയ്യാവുന്നത് താഴെ പറയുന്നവരിൽ ആരെ? ഓപ്ഷൻ ബി തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയാണ് ഇംപീച്ച്മെൻറ്റിലൂടെ മാത്രം സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാവുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇവിടെ പറയുന്നവരിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മിറാൻഡ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ്? ഓപ്ഷൻ സി യുറാനസ് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് മിറാൻഡ. യുറാനസിൻ്റെ ഉപഗ്രഹമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എക്സോന്യൂമിയ എന്ന ഹോബി ബന്ധപ്പെട്ടിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതുമായിട്ടാണ്? ഓപ്ഷൻ എ മെഡലുകളുമായിട്ടാണ് എക്സോന്യൂമിയ എന്ന ഹോബി ബന്ധപ്പെട്ടിരിക്കുന്നത്. മെഡലുകളുമായിട്ട് ആണ്. അപ്പോൾ ഇത് ഈ ന്യൂമിസ്മാറ്റിക്സിൻ്റെ ഒരു ശാഖയാണ്. എങ്കിലും അത് നാണയങ്ങളുമായിട്ട് ബന്ധമില്ല. നാണയങ്ങളും കറൻസിയും ഒഴിച്ച് ടോക്കൺസ്, മെഡൽസ് അങ്ങനെയുള്ള സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എക്സോന്യൂമിയ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തേരവാദ ഏതു മതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ഡി ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. തേരവാദ ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. തേരവാദ ബുദ്ധിസം അത് ഒരു തരം ബുദ്ധിസമാണ്. തേരവാദ ബുദ്ധിസം ഇപ്പം ഏകദേശം ഹീനയാന ബുദ്ധിസം എന്ന് പറയാം. തേരവാദ ബുദ്ധിസം എന്ന് പഠിച്ചു വെച്ചിരിക്കുക. തേരവാദ ബുദ്ധിസം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഒന്നാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്ര മണ്ഡലങ്ങളാണ് ഉണ്ടായിരുന്നത്? ഓപ്ഷൻ ബി 489 മണ്ഡലങ്ങളാണ്. ഒന്നാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്ര മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു? 489 മണ്ഡലങ്ങളാണ് ഒന്നാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. ഇനി അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ത്യയിലെ ആദ്യ തെരഞ്ഞെടുപ്പ് നടന്നത് ഏത് വർഷമാണ്? 1951 തുടങ്ങി. 1951 തുടങ്ങിയിട്ട് 52 അവസാനിച്ചത്. അപ്പോൾ 1951 തുടങ്ങി 52 ഒന്നാം തെരഞ്ഞെടുപ്പ് സംഭവിച്ചത്. ഇനി അതുപോലെ നമുക്ക് ഓർത്തിരിക്കാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഒന്നാം തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റുകൾ ലഭിച്ചു? INCക്ക് കോൺഗ്രസ്സിന് 364 സീറ്റുകളാണ് ഒന്നാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ലഭിച്ചത് 364 സീറ്റുകളാണ്. ഇനി ഒന്നാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്ര മണ്ഡലങ്ങളാണ് ഉണ്ടായിരുന്നത്? ടോട്ടൽ 489 മണ്ഡലങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന വർഷങ്ങൾ 1951 to 52. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ എ ഭൂട്ടാനാണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ്. ഇനി അതുപോലെ നമുക്കറിയാവുന്നതാണ്, നമ്മൾ പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്, ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും വലിയ രാജ്യം ചൈനയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും വലിയ രാജ്യം ചൈനയാണ്. ഇനി അതുപോലെ നമ്മൾ പഠിച്ചു വെക്കണം, ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി അല്ലെങ്കിൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യമേത്? ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്
ബംഗ്ലാദേശ്. രണ്ടാമത് ചൈനയാണ്. ബംഗ്ലാദേശ് കഴിഞ്ഞാൽ ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യം ചൈനയാണ്. അപ്പോൾ ആദ്യം ബംഗ്ലാദേശ്, രണ്ടാമത് ചൈന. ഇനി ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാനാണ്. ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രൂപം കൊണ്ട വർഷം ഏതാണ്? ഓപ്ഷൻ എ 1962 കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രൂപം കൊണ്ട വർഷമാണ് 1962. ഇനി അതുപോലെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ആപ്തവാക്യം എന്താണ്? ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന് എന്നതാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ആപ്തവാക്യമാണ് ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന്, അല്ലെങ്കിൽ ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന് എന്നത് എന്തിൻ്റെ ആപ്തവാക്യമാണ്? കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ആപ്തവാക്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാപനം ഏതാണ്? ഓപ്ഷൻ ബി റിസർവ് ബാങ്ക് ആണ്. അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാപനം റിസർവ് ബാങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2010 ആധാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ ബി മഹാരാഷ്ട്രയിലാണ്. 2010 ആധാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിൽ. അപ്പോൾ ആധാർ പദ്ധതി ഉദ്ഘാടനം ചെയ്ത വർഷം 2010. ഏത് സംസ്ഥാനത്താണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്? മഹാരാഷ്ട്രയിലാണ്. ഇനി അതുപോലെ ആധാർ നമ്പർ നേടിയ ആദ്യ വ്യക്തി ആരായിരുന്നു? രഞ്ജന സോനാവാലയാണ്. ആധാർ നമ്പർ നേടിയ ആദ്യ വ്യക്തി രഞ്ജന സോനാവാല. ഇനി അതുപോലെ കേരളത്തിൽ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ആദ്യ പഞ്ചായത്ത് ഏതാണ്? അമ്പലവയൽ പഞ്ചായത്താണ്. കേരളത്തിൽ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ആദ്യ പഞ്ചായത്ത് അമ്പലവയൽ പഞ്ചായത്ത്, വയനാട് ജില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഒളിമ്പിക് വളയങ്ങളിൽ ചുവപ്പ് നിറം സൂചിപ്പിക്കുന്ന ഭൂഖണ്ഡം ഏതാണ്? ഓപ്ഷൻ സി അമേരിക്കയാണ്. ഒളിമ്പിക് വളയങ്ങളിൽ ചുവപ്പ് നിറം സൂചിപ്പിക്കുന്ന ഭൂഖണ്ഡം അമേരിക്ക. അപ്പോൾ നമുക്കറിയാം ആകെ 5 വളയങ്ങളാണ് ഒളിമ്പിക്സിൻ്റെ ചിഹ്നത്തിലുള്ളത്. ആകെ 5 വളയങ്ങളാണ്. അപ്പോൾ ഈ 5 വളയങ്ങൾ 5 ഭൂഖണ്ഡങ്ങളെയോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഭൂഖണ്ഡങ്ങളെയോ സൂചിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് പഠിച്ചു വെക്കാം. ബ്ലാക്ക് വളയം നമുക്കറിയാം, അത് ആഫ്രിക്കയെ സൂചിപ്പിക്കുന്നു. കറുത്ത വർഗ്ഗക്കാരുള്ള ആഫ്രിക്കയാണ് ബ്ലാക്ക് വളയം സൂചിപ്പിക്കുന്നത്. എല്ലാവർക്കും പഠിച്ചു വെക്കാം. റെഡ് വളയം സൂചിപ്പിക്കുന്നത് അമേരിക്ക ഭൂഖണ്ഡത്തെയാണ്. തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് റെഡ് വളയം അമേരിക്ക ഭൂഖണ്ഡത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ അമേരിക്കയിൽ കൊളംബസ് ആദ്യം ചെന്ന് ഇറങ്ങിയപ്പോൾ അവിടെയുള്ള ആൾക്കാരെ തെറ്റിദ്ധരിച്ച് റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ചു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓർത്തിരിക്കാം, റെഡ് അമേരിക്കയെ സൂചിപ്പിക്കുന്നു. യെല്ലോ നമുക്കറിയാം ഏഷ്യയാണ്. യെല്ലോ സൂചിപ്പിക്കുന്നത് ഏഷ്യ ഭൂഖണ്ഡത്തെയാണ്. മഞ്ഞ നദി ഉള്ളത് എവിടെയാണ്? ഏഷ്യയിലാണ്. ഇനി അതുപോലെ ബ്ലൂ സൂചിപ്പിക്കുന്നത് യൂറോപ്പിനെയാണ്. യൂറോപ്പിൻ്റെ സമുദ്ര ആധിപത്യത്തെ സൂചിപ്പിക്കാനായിട്ട് നമുക്ക് ഓർത്തിരിക്കാം, ബ്ലൂ സൂചിപ്പിക്കുന്നത് യൂറോപ്പിനെയാണ്. ഇനി ബാക്കിയുള്ള മിച്ചമുള്ള ഗ്രീൻ സൂചിപ്പിക്കുന്നത് ഓസ്ട്രേലിയയാണ്. ഗ്രീൻ വളയം സൂചിപ്പിക്കുന്നത് ഓസ്ട്രേലിയ ഭൂഖണ്ഡത്തെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ആദായ നികുതി വകുപ്പ് നൽകുന്ന പാൻ കാർഡിൽ അക്കങ്ങളും അക്ഷരങ്ങളുമായി ആകെ എത്ര എണ്ണമുണ്ട്? ഓപ്ഷൻ സി ആകെ 10 എണ്ണം അക്കങ്ങളും അക്ഷരങ്ങളുമായിട്ട് ആദായ നികുതി വകുപ്പ് നൽകുന്ന പാൻ കാർഡിൽ ആകെ അക്കങ്ങളും അക്ഷരങ്ങളുമായി എത്ര എണ്ണമുണ്ട്? ആകെ 10 എണ്ണമുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മേഘങ്ങൾ രൂപം കൊള്ളുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഓപ്ഷൻ എ ട്രോപ്പോസ്ഫിയറിലാണ്. മേഘങ്ങൾ രൂപം കൊള്ളുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയറാണ്. നമുക്കറിയാം ഭൂമിയോട് അല്ലെങ്കിൽ ഭൂവൽക്കത്തോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളി, ഒന്നാമത്തെ അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. അപ്പോൾ ഈ ട്രോപ്പോസ്ഫിയറിലാണ് മേഘങ്ങൾ രൂപം കൊള്ളുന്നത്. മേഘങ്ങൾ മാത്രമല്ല, മഴ, കാറ്റ്, മേഘങ്ങൾ, ഹിമപാതം എന്നീ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്ന അന്തരീക്ഷ പാളി ഏത് എന്ന് ചോദിച്ചാൽ ട്രോപ്പോസ്ഫിയറിലാണ്. മഴ, കാറ്റ്, മേഘങ്ങൾ, ഹിമപാതം എന്നീ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഭൂമിയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക.
ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനം നടത്തിയ വൈസ്രോയി ആരായിരുന്നു? ഓപ്ഷൻ ബി ലിൻ ലിത്ഗോ പ്രഭു ആയിരുന്നു ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനം നടത്തിയ വൈസ്രോയി ലിൻ ലിത്ഗോ പ്രഭു. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ്? ഓപ്ഷൻ സി കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനാണ്. കേരളത്തിൽ ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട മുനിസിപ്പൽ കോർപ്പറേഷനാണ് കണ്ണൂർ കോർപ്പറേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൻ്റെ മറ്റൊരു പേര് എന്താണ്? ഓപ്ഷൻ സി തുലാവർഷം എന്നതാണ്. വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ മറ്റൊരു പേരാണ് തുലാവർഷം. അടുത്ത ക്വസ്റ്റ്യൻ, മഞ്ഞ് തിന്നുന്നവൻ എന്നർത്ഥം വരുന്ന കാറ്റ് ഏതാണ്? ഓപ്ഷൻ ബി ചിനൂക്കാണ്. മഞ്ഞ് തിന്നുന്നവൻ എന്നർത്ഥം വരുന്ന കാറ്റാണ് ചിനൂക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, യുദ്ധക്കെടുതികൾക്ക് ഇരയാകുന്നവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകൃതമായ സംഘടന ഏതാണ്? ഓപ്ഷൻ എ റെഡ് ക്രോസ് ആണ്. യുദ്ധക്കെടുതികൾക്ക് ഇരയാകുന്നവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകൃതമായ സംഘടനയാണ് റെഡ് ക്രോസ്. ഇനി അതുപോലെ നമുക്കറിയാം, അന്താരാഷ്ട്ര റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? ഹെൻറി ഡ്യുണൻ്റ് ആണ്. അന്താരാഷ്ട്ര റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ഹെൻറി ഡ്യുണൻ്റ്. അതുപോലെ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? ജനീവയിലാണ് റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം, ജനീവ. ഇനി റെഡ് ക്രോസ് സ്ഥാപിതമായ വർഷം ഏത്? 1863 റെഡ് ക്രോസ് സ്ഥാപിതമായ വർഷം 1863. അടുത്ത ക്വസ്റ്റ്യൻ, ജനകീയ കലാരൂപമായ ഓട്ടൻതുള്ളലിൻ്റെ ജന്മദേശം ഏത്? ഓപ്ഷൻ എ ആലപ്പുഴയാണ്. ജനകീയ കലാരൂപമായ ഓട്ടൻതുള്ളലിൻ്റെ ജന്മദേശം ആലപ്പുഴ. അപ്പോൾ നമുക്കറിയാം, കുഞ്ചൻ നമ്പ്യാർ തുള്ളലിന് രൂപം നൽകിയത് എവിടെ വെച്ചാണ് എന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. അമ്പലപ്പുഴയിൽ വെച്ചാണ് കുഞ്ചൻ നമ്പ്യാർ തുള്ളലിന് രൂപം നൽകിയത്. എവിടെ വെച്ച്? അമ്പലപ്പുഴയിൽ വെച്ച്, ആലപ്പുഴ ജില്ല. അതുപോലെ സാധാരണക്കാരൻ്റെ കഥകളി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓട്ടൻതുള്ളലാണ്. സാധാരണക്കാരൻ്റെ കഥകളി എന്നറിയപ്പെടുന്നത് ഓട്ടൻതുള്ളൽ. അടുത്ത ക്വസ്റ്റ്യൻ, നൈട്രജൻ്റെ നിർമ്മാണ പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്ത്? ഓപ്ഷൻ സി ഡ്യൂമാസ് എന്നതാണ്. നൈട്രജൻ്റെ നിർമ്മാണ പ്രക്രിയയാണ് ഡ്യൂമാസ്. ഓർത്തിരിക്കുക, നൈട്രജൻ്റെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്നത് ഡ്യൂമാസ് എന്ന പേരിലാണ്. ഇനി അതുപോലെ നമുക്കറിയാം, ഹേബർ പ്രക്രിയ എന്താണ്? അമോണിയയുടെ നിർമ്മാണ പ്രക്രിയയാണ്. ഹേബർ പ്രക്രിയ അമോണിയയുടെ നിർമ്മാണ പ്രക്രിയയാണ്. അതുപോലെ ബോഷ് പ്രക്രിയ ഹൈഡ്രജൻ്റെ വ്യാവസായിക ഉൽപ്പാദനമാണ്. ബോഷ് പ്രക്രിയ എന്താണ്? ഹൈഡ്രജൻ്റെ വ്യാവസായിക ഉൽപ്പാദനമാണ് ബോഷ് പ്രക്രിയ. അതുപോലെ ഡീക്കൻസ് പ്രക്രിയ എന്താണ്? ഡീക്കൻസ് പ്രക്രിയ ക്ലോറിൻ വാതകത്തിൻ്റെ ഉൽപ്പാദനമാണ്. ഡീക്കൻസ് പ്രക്രിയയിൽ നടക്കുന്നത് ക്ലോറിൻ വാതകത്തിൻ്റെ ഉൽപ്പാദനമാണ് ഡീക്കൻസ് പ്രക്രിയ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ലോക്പാൽ എന്ന വാക്കിന് രൂപം നൽകിയത് ആര്? ഓപ്ഷൻ എ എൽ.എം. സിംഗ്വിയാണ്. ലോക്പാൽ എന്ന വാക്കിന് രൂപം നൽകിയത് ആരാണ്? എൽ.എം. സിംഗ്വി. അടുത്ത ക്വസ്റ്റ്യൻ, സമ്മതിദാനം രേഖപ്പെടുത്താനുള്ള പ്രായം 21 നിന്നും 18 കുറയ്ക്കുന്ന നിയമ ഭേദഗതി നിലവിൽ വന്ന വർഷമേത്? ഓപ്ഷൻ ഡി 1989 സമ്മതിദാനം രേഖപ്പെടുത്താനുള്ള പ്രായം 21 നിന്ന് 18 കുറയ്ക്കുന്ന നിയമ ഭേദഗതി നിലവിൽ വന്ന വർഷമാണ് 1989. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്, സമ്മതിദാനം രേഖപ്പെടുത്താനുള്ള പ്രായം 21 നിന്നും 18 കുറയ്ക്കുന്ന നിയമ ഭേദഗതി ഏതാണ്? 61-ാം നിയമ ഭേദഗതിയാണ്. സമ്മതിദാനം രേഖപ്പെടുത്താനുള്ള പ്രായം 21 നിന്നും 18 കുറച്ച നിയമ ഭേദഗതിയാണ് 61-ാം ഭേദഗതി. ഏത് വർഷത്തെ? 1989 ഭേദഗതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ചരൽക്കുന്ന് വിനോദസഞ്ചാര കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഏത് ജില്ലയിൽ? ഓപ്ഷൻ ബി പത്തനംതിട്ട ജില്ലയിലാണ് ചരൽക്കുന്ന് വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്, പത്തനംതിട്ട ജില്ലയിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ഇപ്പോഴത്തെ 15ാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ഡി എൻ.കെ. സിംഗ് ആണ്. ഇപ്പോഴത്തെ 15ാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? എൻ.കെ. സിംഗ്. അപ്പോൾ ഇതുവരെ ആകെ 15 ധനകാര്യ കമ്മീഷണറാണ്. ഇപ്പോൾ നിലവിലിരിക്കുന്ന കമ്മീഷനാണ് 15ാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ.
15ാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ NK സിംഗ്. ഓക്കെ ഫ്രണ്ട്സ്.